ഇവനാണ് ആസിഫ്. അതെ, ഞാനാണ് ആസിഫ്. എന്താ വേണ്ടത്? ഞാനത് വലിയ പുള്ളിക്കാരനാക്കിയാണ് ജീവൻ. നീ എന്തിനു വലിയ പുള്ളിക്കാരനെന്ന് വിചാരിക്കുന്നത്? ഇനി നിനക്ക് വേണ്ടി ഞാൻ ഡാഡി മെറ്റീരിയൽ ആവാടാ. ഞാൻ നിന്നിൽ കണ്ടൊരു പ്രത്യേകത പറയട്ടെ. നിന്റെ തല പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് കമിഴ്ത്തിയാലും നിവർത്തിയാലും ഒരുപോലെ ഇരിക്കും. കാരണം നിന്റെ മുടിയും താടി സെയിം വേവ് ലെങ്ത് ആണെന്ന് പറയുന്നത് നോക്കിയ. കാരണം മുടി ഒരുപോലെ താടി ഒരുപോലെ അല്ലേ. ഇവരെ കാണുമ്പോൾ എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഡോറേമോൺ 3D കണ്ണാടി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. സത്യം പറ, നീ ഇൻസ്റ്റാഗ്രാം ആണ് എടുത്ത് നോക്കിയത്? ഇൻസ്റ്റാഗ്രാമിന്റെ ഫ്രണ്ട് ക്യാമറയാണ് നീ ഓപ്പൺ ചെയ്തത്? എന്റെ കൂട്ടുകാരന്മാര് പറയും ഇവന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ. നിന്റെ കൂട്ടുകാരന്മാരെ നിന്നെ അറിഞ്ഞുകൊണ്ട് കുഴി തള്ളിയിട്ടുണ്ട്. നെവർ ട്രസ്റ്റ് എനിവൺ. ഓക്കെ, ഫേക്ക് പീപ്പിൾസ്. ഓക്കെ, ഇനി അവരുടെ അടുത്ത് മിണ്ടല്ലേ. ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. പിന്നെ നീ ഇപ്പൊ മാങ്ങ പറിക്കാനാണ് എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്? ഉടുപ്പൊക്കെ മുണ്ട കൊടുത്ത്. ആടാ, ഉടുപ്പൊക്കെ ഒരു മുണ്ട കൊടുത്ത് നിന്റെ അണ്ണാക്കിൽ ഒരു തിരി മുടി ഒന്ന് കത്തിച്ചേരാ. പോടാം. ഡാൻസ് വീഡിയോസ് ഒക്കെ ഉള്ളു. എന്റെ ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ നീ ഇഷ്ടപ്പെടുമ്പോ ഇപ്പൊ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 2 കിലോ അരി തരും. അഴിച്ചു പോടാ മായക്കണ്ണ. സോറി ഡോറേമോനെ. നോർത്ത് ഇന്ത്യൻ കണ്ട് ഇവനെ എന്ത് ചീത്ത വിളിച്ച് ഇനിയും തിരിച്ചു ചെയ്ത് വിളിക്കാൻ പോയപ്പോ നോർത്ത് ഇന്ത്യക്കാരൻ വന്ന് എന്റെ വീട്ടുകാർക്ക് ഒന്ന് ചീത്ത വിളിച്ചപ്പോ ഞാൻ അവരെ കൊണ്ട് സോറി പറയിപ്പിച്ചു. അപ്പൊ ഞാൻ പൊട്ടൻ. ഇപ്പൊ നാളെ നിന്നെ ഒന്നിടത്ത് വീട്ടുകാർക്ക് ചീത്ത വിളിക്കണമെങ്കിൽ നീ 2 കരകളും നീട്ടി അവാർഡ് വാങ്ങുന്നവർക്ക് വാങ്ങും. ചീത്ത വിളിച്ചെടുത്ത് നീ എന്തോ പറയും? ഓ, എന്റെ അച്ഛനായിരുന്നു വിളിച്ചത്. പറയണ്ടേ ലോനപ്പെടണോ അടി പോക്കിട്ടി നീ ഇങ്ങനെ പറയോ? ഇവനെ പോലുള്ള സപ്പോർട്ട് ചെയ്യാതെ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസിന് സപ്പോർട്ട്. എന്നെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാതെ നേരെ അവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ, കേരള മാട്രിമോണിയിലെ. നിങ്ങളുടെ സൈസ് ചെറുതാണോ? നിങ്ങൾക്ക് വലുതാക്കാൻ താല്പര്യമുണ്ടോ? നേരെ അവന്റെ അടുത്ത് ലോൺ പിടിച്ച് വലിച്ചങ്ങ് കുട്ടികൾ പോലും ഇവര് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര പഴുതലായിരുന്നു. ഒരു കാര്യം ചെയ്തത് അത്ര വിഷമമാണ്. നീ പോയി പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ മക്കളെ ചെല്ലിപ്പോ എനിക്ക് അയച്ചിട്ട് അവൻ പറയണേ നിനക്കുള്ള പരിപ്പോട് അയച്ചിട്ടുണ്ടോ? ഞാൻ പരിപ്പോട് അല്ലടാ കണ്ട, ഞാനൊരു ഗുണ്ടാണ് ഞാൻ കാണുന്നത്. ഗുണ്ട്